നമസ്തേ. ഷിയാസ് കരീം വസ്തുതകൾ മനസ്സിലാക്കാതെ വിവരക്കേടും വർഗീയതയും ചേർത്ത് വൈകാരികമായി സംസാരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. നിങ്ങൾക്കും നിങ്ങളെപ്പോലെ വിവരക്കേട് പ്രചരിപ്പിക്കുന്നവർക്കും വേണ്ടി ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതൊരു വ്യക്തി തീരുമാനിച്ച നിയമമല്ല. ഇന്ത്യയിൽ ഗോമാംസ നിരോധനം എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരൊറ്റ കേന്ദ്ര നിയമമോ വഴി നടപ്പിലാക്കിയ ഒന്നല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്ന നിയമങ്ങളുടെ സമാഹാരമാണ്. ആർട്ടിക്കിൾ 48 പ്രകാരം കൃഷിയും കന്നുകാലി വളർത്തലും ആധുനികവും ശാസ്ത്രീയമായ രീതിയിൽ സംഘടിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും പശുക്കൾ, പശുക്കുട്ടികൾ എന്നിവയെ കൊല്ലുന്നത് നിരോധിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഭരണഘടന സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുന്നു. സംസ്ഥാനങ്ങളുടെ അധികാരം കന്നുകാലികളെ സംരക്ഷിക്കുക എന്നത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. 1950കളിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ നിയമം പാസാക്കിയിരുന്നു. കാർഷിക രാജ്യമായ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിനും ചാണകത്തിനും കൃഷിക്കുമായി കന്നുകാലികളെ സംരക്ഷിക്കേണ്ടത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് പശുവിനെ കൊല്ലുന്നതിനെ ഹൈന്ദവർ എതിർക്കുന്നത് എന്നതിന് ശാസ്ത്രീയവും ആരോഗ്യപരവുമായ കാരണങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം അമ്മയുടെ മുലപ്പാലാണ് നൽകേണ്ടത്. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം നൽകുക. 7ാം മാസം മുതൽ ആഹാരം നൽകി തുടങ്ങാം. മുലപ്പാൽ കഴിഞ്ഞാൽ 2ാമത്തെ ആഹാരം പശുവിൻ പാലാണ്. മറ്റേതൊരു മൃഗത്തിന്റെ പാലിനേതിനേക്കാളും കുഞ്ഞിന്റെ ദാഹത്തിനും ആരോഗ്യത്തിനും അനുയോജ്യം പശുവിൻ പാലാണ്. അതുകൊണ്ട് തന്നെയാണ് പശുവിനെ പവിത്രമായി കണ്ട് ഹൈന്ദവർ ബഹുമാനിക്കുന്നത്. ഷിയാസ് കരീമെ, ഒരു ചോദ്യം. നിങ്ങൾ പന്നിയിറച്ചി കഴിക്കാറില്ലെന്നറിയാം. എന്തുകൊണ്ട് കഴിക്കുന്നില്ല? പന്നിയെ കൊല്ലുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടില്ല. അത് മാംസാഹാരവുമാണ്. നിങ്ങളുടെ ആ ആഹാര രീതിയെ ബഹുമാനിക്കുന്നു. അതുപോലെ കോടിക്കണക്കിന് ആളുകൾ പശുവിനെ പവിത്രമായി കാണുന്നതിനെയും അതിന്റെ മാംസം കഴിക്കാത്തതിനെയും താങ്കളും ബഹുമാനിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അവർ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് തിരിച്ചു ചോദിച്ചാലുള്ള നിങ്ങളുടെ വികാരം എന്തായിരിക്കും? മനുഷ്യന്റെ ആരോഗ്യപരമായ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് പശുവിൻ പാൽ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയുടെ മുലപ്പാലിനൊപ്പം തന്നെ കുടിച്ചു വളരുന്നത് പശുവിൻ പാലാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ പശുവിനെ അത്രമേൽ പവിത്രമായി കാണുന്നത്. ഇതൊരു വിശ്വാസമാണ്. എല്ലാവരെയും അതുപോലെ കാണാൻ ഇവിടെ ആരും അനുശാസിക്കുന്നുമില്ല, ആരെയും നിർബന്ധിക്കുന്നുമില്ല. ഒരു BJP-കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ആരോടും പശുവിനെ പവിത്രമായി കാണണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല. ഒരു മുസ്ലിമിനോടോ ക്രിസ്ത്യാനിയോടോ, എന്തിന് ഒരു ഹിന്ദുവിനോട് പോലും ഇത് നിർബന്ധമായി ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കാവുന്ന ഒരു കാഴ്ചപ്പാടാണിത്. ഓരോ നാട്ടിലും ഓരോ ഭക്ഷണ രീതികളും നിയമങ്ങളുമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ ചിത്രം നൽകരുത്. സ്വന്തം താല്പര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വൈവിധ്യങ്ങളെ ബഹുമാനിക്കലാണ്. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത്. ഉള്ളിലുള്ളത് പുറത്തു ചാടുമ്പോൾ ഇനിയെങ്കിലും ഷിയാസെ ഒന്നോർക്കണം. ഇത് ഭാരതമാണ്, നരേന്ദ്ര ഭാരതം.